അടുത്ത നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പം പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്താ, ചെറിയ രീതിയിൽ ഈസി ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് ലോജിക്ക് ആ മൂന്നാം സ്റ്റെപ്പിൽ എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്താൽ മതി. ഭയങ്കര ഈസി ആയിട്ട് മാറും. ഏതാ, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. നോക്കിക്കേ, 7 raised to n minus 3 raised to n is divisible by 4. ഇതാണ് നമ്മുടെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ. നമുക്ക് തന്നിരിക്കുന്ന മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, 7 raised to n minus 3 raised to n is divisible by 4. നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ by the help of mathematical induction നമുക്ക് പ്രൂവ് ചെയ്യണം. ദിസ് ഈസ് ട്രൂ എന്ന് നമുക്ക് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്കറിയാമല്ലോ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എത്ര സ്റ്റെപ്പ് ഉണ്ടായിരുന്നത്, 3 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു അല്ലേ. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എഴുതും അല്ലേ, സ്റ്റെപ്പ് 1 എന്തായിരുന്നു, p of n അല്ലേ. p of n എന്താണ്, 7 raised to n minus 3 raised to n അല്ലേ. 7 raised to n minus 3 raised to n. ഇനി നമ്മൾ എന്ത് ചെയ്യും, p of 1 കണ്ടുപിടിക്കും അല്ലേ. p of 1 കണ്ടുപിടിക്കും. p of 1 എന്താണ്, 7 raised to 1 minus 3 raised to 1 is equal to എന്തായിരിക്കും, is equal to 7 minus 3 ആണ്, is equal to 4 വന്നു. ശരിയല്ലേ, is equal to എന്ത് വന്നു, p of 1 എനിക്ക് എന്ത് വന്നു, 4 വന്നു, which is divisible by 4 അല്ലേ. which is അല്ലേ, 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ആയിട്ട് ഡിവിസിബിൾ അല്ലേ. അപ്പോൾ which is divisible by 4 കേട്ടോ, which is divisible by 4. അപ്പോൾ നമുക്ക് എന്ത് പറയാം, നമുക്ക് പറയാം here p of 1 is true അല്ലേ. p of 1 is true കണ്ടോ, p of 1 എന്താണ്, ട്രൂ ആണ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു അല്ലേ. ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും എന്തായിരിക്കും, p of 1 നമ്മൾ എഴുതും, എന്നിട്ട് p of 1 കണ്ടുപിടിക്കും, എന്നിട്ട് അത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും അല്ലേ. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്തുവായിരുന്നു ചെയ്യുന്നത്, സ്റ്റെപ്പ് 2ൽ നമ്മൾ ചെയ്യുന്നത് എന്തുവായിരുന്നു, p of k കണ്ടുപിടിക്കും അല്ലേ. p of k എന്താണ്, p of k 7 raised to k minus 3 raised to k ആണ്. ഇനിയിപ്പോ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇതിന് പകരം എന്ത് കൊടുക്കും, നമ്മൾ k കൊടുക്കും അല്ലേ. അപ്പൊ എന്ത് വരും, 7 raised to k minus 3 raised to k ആണ്. എന്നിട്ട് ഞാൻ അസ്യൂം ചെയ്യും അല്ലേ. അസ്യൂം that എന്താ അസ്യൂം ചെയ്യുന്നത്, p of k is true അല്ലേ. നമ്മൾ എന്ത് അസ്യൂം ചെയ്യും, p of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. p of k is true കണ്ടോ, p of k എന്താണ്, ട്രൂ ആണ്. ഇനി സ്റ്റെപ്പ് 3 അല്ലേ, സ്റ്റെപ്പ് 3ൽ എന്താണ്, സ്റ്റെപ്പ് 3ൽ p of k plus 1 ശരിയല്ലേ. p of k plus 1 അല്ലേ. p of k plus 1 എന്താ, 7 raised to k plus 1 minus 3 raised to k plus 1 is divisible by 4 എന്ന് നമ്മൾ എന്ത് ചെയ്യണം, is divisible by 4 എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം കേട്ടോ. ഇവിടെ നോക്കിക്കേ, 7 raised to minus 3k എന്താണ്, നമ്മൾ അസ്യൂം ചെയ്ത് that p of k is true. അതിന്റെ മീനിങ് എന്താ, അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 raised to k minus 3 raised to k എന്താണ്, നമ്മൾ p of k ട്രൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ, 7 raised to k minus 3 raised to k എന്താ, divisible by 4 ആണ് അല്ലേ. is divisible by 4 ആണ്. അപ്പൊ divisible by 4 എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാമല്ലോ, അത് 4 ന്റെ ഒരു മൾട്ടിപ്ലൈ കേട്ടോ. എന്തായിരിക്കും, 7 raised to k minus 3 raised to k എന്തായിരിക്കും, 4 ന്റെ മൾട്ടിപ്ലൈ ആയിരിക്കും. കാരണം എന്താ, p of k is true ആണ്. p of k is true ആണ് അല്ലേ. p of k ട്രൂ ആകണമെങ്കിൽ p of k എന്താണ്, 7 raised to k minus 3 raised to k. അത് ട്രൂ ആകണമെങ്കിൽ എന്തിന്റെ ഡിവിസിബിൾ ആയിരിക്കണം, 4 ന്റെ ഡിവിസിബിൾ ആയിരിക്കണം. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്ത് 7 raised to k minus 3 raised to k is എന്താ, 4x എന്ന് അസ്യൂം ചെയ്തു because p of k is true. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, 7 raised to k plus 1 minus 3 raised to k plus 1 is divisible by 4 ആണെന്ന് പ്രൂവ് ചെയ്യണം കേട്ടോ. 7 raised to k plus 1 minus 3 raised to k plus 1 എന്താണ്, which is divisible by 4 ആണെന്ന് നമുക്ക് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പൊ നമുക്ക് ചെയ്യാം, നോക്കാം. അപ്പൊ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് മുകളിലോട്ട് ഇടാം. നോക്കിക്കേ, 7 raised to k plus 1 minus 3 raised to k plus 1 അല്ലേ.
ഇത് എന്ത് പ്രൂവ് ചെയ്യണം നമുക്ക്, which is divisible by 4 എന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് എന്തോ ഉണ്ടായിരുന്നു, സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്കറിയാം 7k - 3k എന്നിന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. നമ്മുടെ 4ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമ്മൾ എന്ത് ചെയ്തായിരുന്നു, 7k - 3k 4x ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ സെക്കൻഡ് സ്റ്റെപ്പിൽ. ഇനി നോക്കിക്കേ മൂന്നാമത്തെ സ്റ്റെപ്പിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അല്ലേ, LHS ശരിയല്ലേ, LHS നമ്മുടെ 7k + 1 - 3k + 1. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ, ഇവിടെ ഞാൻ ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. നോക്കിക്കേ 7k + 1 - 7 × 3k + 7 × 3k കണ്ടോ കണ്ടോ, മൈനസും പ്ലസും. ബാക്കി എന്തുകൊണ്ട്, ബാക്കി -3k + 1. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഇടയില ഞാൻ എന്ത് ചെയ്തു, പുതിയ രണ്ട് ടേം എന്ത് ചെയ്ത് ഇൻസേർട്ട് ചെയ്ത്. അപ്പൊ ഈ രണ്ട് ടേം ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ വ്യത്യാസമൊന്നും വരത്തില്ലല്ലോ, കാരണം എന്താ 0 ആയി പോകും കേട്ടോ. -7 × 3k + 7 × 3k കേട്ടോ. രണ്ട് ടേം എന്ത് ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് മൈനസും പ്ലസും ആയതുകൊണ്ട് എന്ത് ചെയ്തില്ല, ഈ ടേമിനെ എഫക്ട് ചെയ്തില്ല. എനിക്ക് കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ രണ്ട് ടേം ഇൻസേർട്ട് ചെയ്തത് കേട്ടോ. -7 × 3k അതുപോലെ +7 × 3k. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, എന്നിട്ട് ഞാൻ നോക്കിക്കേ ഈ 7k + 1 എന്താ 7k × 7 അല്ലേ അല്ലേ. ബാക്കി എന്തുകൊണ്ട് 7 × 3k + 7 × 3k ശരിയല്ലേ. -3k + 1 എന്തോ എഴുതാം നമുക്ക്, 3k × 3 എന്ന് എഴുതിക്കൂടെ, ശരിയല്ലേ. ഇനി ഞാൻ നോക്കി ഈ രണ്ട് ടേം നോക്കിക്കേ, ഈ രണ്ട് ടേമിനകത്ത് 7 കോമൺ ആയിട്ടില്ലേ കണ്ടോ, 7 ഇതെന്താ 7 അപ്പൊ 7 കോമൺ അല്ലേ, 7 അങ്ങ് എഴുതാമല്ലോ. 7 എന്താ 7 അല്ലെ, 7 എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും, 7k - 3k കണ്ടോ, പ്ലസ് ഈ രണ്ട് ടേം നോക്കിക്കേ, ഈ രണ്ട് ടേമിനകത്ത് എന്ത് കോമൺ ആയിട്ടുണ്ട്, 3k കോമൺ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, 3k കോമൺ ആയിട്ട് എടുക്കും. ബാക്കി എന്ത് വരും, ബാക്കി 7 - 3 കേട്ടോ, 7 - 3. ഇനി നോക്കിക്കേ 7 × ഇതെന്താണ് 7k - 3k which is the multiple of 4 ആണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് എഴുതും, is the multiple of 4 കേട്ടോ, ഇതിന്റെ മൾട്ടിപ്പിൾ ആണ് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി നോക്കിക്കേ +3k × 4 കണ്ടോ, കണ്ടില്ലേ 3k × 4. ഇനി നോക്കിക്കേ നമ്മുടെ LHS അല്ലെങ്കിൽ P(k + 1) കണ്ടോ, P(k + 1) അല്ലെങ്കിൽ LHS എന്ന് പറയുന്നത് നോക്കിക്കേ അതിൽ രണ്ട് ടേം ഉണ്ട്, 7 × 4x ഉം 3k × 4 കണ്ടോ. ഇതിനകത്ത് ഇതെന്താണ് 7 × 4x എന്താ, മൾട്ടിപ്പിൾ ഓഫ് 4 ആണ് അല്ലെ, ഇതെന്താ മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. ഇതും എന്താ മൾട്ടിപ്പിൾ ഓഫ് 4 ആണ് കേട്ടോ, ഇതും മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്, ഇതും മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അപ്പൊ ഇത് ടോട്ടൽ ആയിട്ട് നോക്കുമ്പോൾ എന്തായിരിക്കും, ഇത് ടോട്ടൽ ആയിട്ട് നോക്കുമ്പോൾ ഓൾറെഡി എന്തായിരിക്കും, ഇറ്റ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കും കേട്ടോ, കേട്ടോ മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. കാരണം ഇവിടെയും ഈ ടേം മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്, ഈ ടേം മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അപ്പൊ ഇത് ഫുൾ ആയിട്ട് നോക്കുമ്പോൾ അത് ഉറപ്പായിട്ടും എന്തായിരിക്കും, മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കും. Therefore P(k + 1) is multiple of 4 കണ്ടോ. P(k + 1) എന്താ മൾട്ടിപ്പിൾ ഓഫ് 4 കണ്ടോ. നമ്മൾ എന്ത് ചെയ്ത്, we are proved കണ്ടോ, നമ്മൾ എന്ത് ചെയ്ത്, നമ്മൾ പ്രൂവ് ചെയ്തു കേട്ടോ. Hence we are proved കണ്ടോ. ഇത്രയും സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ജസ്റ്റ് ചെറുതായിട്ടൊരു ലോജിക് അങ്ങോട്ട് അപ്ലൈ ചെയ്യും കണ്ടില്ലേ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പേഷ്യൻസോടെ സെക്കൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെക്കൻഡ് സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യണം, നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഒരു ലോജിക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ പതുക്കെ തന്നെ അത് പേഷ്യൻസോടെ എന്ത് വേണം ഇത് ചെയ്യാം. ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാം. നോക്കിയേ അടുത്ത പ്രോബ്ലം നോക്കിക്കേ, പറഞ്ഞിരിക്കുന്നത് 1 + x whole raised to n greater than or equal to 1 + nx കണ്ടോ, 1 + nx എന്നാ പറഞ്ഞിരിക്കുന്നത്.
വേർ എക്സ് എന്താ ഗ്രേറ്റർ ദാൻ -1 എന്നൊക്കെ പറഞ്ഞത്. കണ്ടോ, ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടോ. നമ്മൾ എന്ത് ചെയ്യും, പഴയ പോലെ തന്നെ സ്റ്റെപ്പ് 1 എഴുതും അല്ലെ. സ്റ്റെപ്പ് 1 എന്താ, സ്റ്റെപ്പ് 1 p of 1 അല്ല p of n എന്താ, p of n എന്താ 1 plus x whole raised to n അല്ലെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താ 1 plus mx. ശരിയല്ലേ? അവിടെ നമുക്ക് എഴുതാം x ഗ്രേറ്റർ ദാൻ -1 എന്ന് എഴുതാം, ഇവിടെ എഴുതാം. ഓക്കെ, ഇനി for p of 1 നോക്കിക്കേ, for p of 1 എന്തായിരിക്കും, p of 1 plus x raised to 1 greater than or equal to 1 plus 1 into x. ശരിയല്ലേ? n ന് പകരം ഇനിയിപ്പോ നോക്കിയേ, ഇവിടെ എന്ത് വരും 1 plus x. ശരിയല്ലേ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ എന്ത് വരും 1 plus 1 into x എന്താ x. ശരിയാണല്ലോ? നോക്കിക്കേ, 1 plus x is greater than or equal to 1 plus x അല്ലേ? കാരണം എന്താ, ഇസിക്കൽ ടു സൈൻ ഉണ്ടല്ലോ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ, 1 plus x raised to n. നമ്മള് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നീ ഗ്രേറ്റർ ആവാം അല്ലെങ്കിൽ ഈക്വൽ ടു ആവാം അല്ലെ. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും അല്ലെ നോക്കുമ്പോ ഈ കിടക്കുന്ന സൈഡ് എന്തായിരിക്കും, ഒന്നീ ഗ്രേറ്റർ ആവാം അല്ലെങ്കിൽ ഈക്വൽ ആകാം. എവിടെ വെച്ചിട്ട്, ഈ സൈഡ് വെച്ച് നോക്കുമ്പോൾ. ശരിയല്ലേ? താണ്ടെ ഇവിടെ നോക്കും, 1 plus x ഉം 1 plus x എന്തായി, ഈക്വൽ ആയി. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ആർക്ക്, p of 1 ന്. p of 1 is അല്ല, ഇതിന്റെ അർത്ഥം എന്താ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഒന്നീ ഗ്രേറ്റർ ആവാം അല്ലെങ്കിൽ ഈക്വൽ ആവാം. ഇവിടെ രണ്ടും എന്തുവായി, ഈക്വൽ ആയി. അതുകൊണ്ട് p of 1 എന്തുവാ, ട്രൂ ആണ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്ത് കഴിഞ്ഞു, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് നോക്കിക്കേ. സെക്കൻഡ് സ്റ്റെപ്പിൽ നോക്കിക്കേ, സ്റ്റെപ്പ് 2 അല്ലെ, എന്തായിരിക്കും, p of k. ശരിയല്ലേ? p of k അതെന്ത് ചെയ്യും നമ്മള്, 1 plus x raised to k അല്ലെ, 1 plus x raised to k greater than or equal to അല്ലെ, greater than or equal to 1 plus kx അല്ലെ, 1 plus kx. എന്നിട്ട് നമ്മൾ എന്ത് പറയും, p of k is true. p of k എന്താണ്, ട്രൂ ആണെന്ന് പറയും. കണ്ടോ, നമ്മൾ എന്ത് പറയും, p of k is true. ഇനി സ്റ്റെപ്പ് 3 അല്ലെ, സ്റ്റെപ്പ് 3 നമ്മൾ എന്ത് ചെയ്യണം, p of k plus 1 കണ്ടുപിടിക്കും അല്ലെ. p of k plus 1 എന്തായിരിക്കും, p of k plus 1 1 plus x raised to k plus 1. ശരിയല്ലേ? 1 plus x raised to k plus 1 greater than or equal to 1 plus അല്ലെ, k കൊടുക്കുന്നിടത്തെല്ലാം k plus 1. 1 plus ഈ k യുടെ അവിടെ k plus 1 അല്ലെ, k plus 1 into x ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം, മൂന്നാമത്തെ സ്റ്റെപ്പ് പ്രൂവ് ചെയ്യണം. we have to prove the third step അല്ലെ. 1 plus x raised to k plus 1 greater than or equal to 1 plus k plus 1 into x എന്ന് എന്ത് ചെയ്യണം, നമ്മൾ പ്രൂവ് ചെയ്യണം. we have to prove it അല്ലെ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യണം, നമുക്ക് പ്രൂവ് ചെയ്യണം. നോക്കാം നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, ഇപ്പൊ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മാറ്റാം. നോക്കിക്കേ, സെക്കൻഡ് സ്റ്റെപ്പില നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ സെക്കൻഡ് സ്റ്റെപ്പില പറഞ്ഞൊരു കാര്യമാണ്, ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇത് പ്രൂവ് ചെയ്യുന്ന എങ്ങനെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെക്കൻഡ് സ്റ്റെപ്പില. നോക്കിക്കോണേ, നോക്കിക്കേ, സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞ കാര്യമുണ്ട്, 1 plus x whole raised to k greater than or equal to എന്താണ്, 1 plus kx ആണ് പറഞ്ഞത് അല്ലെ. സെക്കൻഡ് സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ബൈ സെക്കൻഡ് സ്റ്റെപ്പ് അല്ലെ, ബൈ സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ സെക്കൻഡ് സ്റ്റെപ്പില് ഈ 1 plus x raised to k ഇവിടെയും 1 plus x കൊണ്ട് ഇൻറ്റു ചെയ്യും, അപ്പുറവും എന്ത് ചെയ്യും അല്ലെ, 1 plus x കൊണ്ട് ഇൻറ്റു ചെയ്യും. കേട്ടോ, അപ്പുറത്തും ഇൻറ്റു ചെയ്തു അപ്പുറത്തും ഇൻറ്റു ചെയ്തു 1 plus kx. കേട്ടോ, 1 plus x ഇവിടെ ഇൻറ്റു ചെയ്തു, 1 plus x ഇവിടെ ഇൻറ്റു ചെയ്തു. ഇനി നോക്കിക്കേ, ഇതെന്താണ്, a raised to m into a raised to n അല്ലേ, 1 plus x raised to k into 1 plus x raised to 1. അതെന്താണ്, a raised to m plus n അല്ലേ. അപ്പൊ എന്ത് വരും, 1 plus x raised to m plus n. അപ്പൊ എന്ത് വരും, k plus 1. കേട്ടോ, 1 plus x raised to k plus 1. ഇനി നോക്കിക്കേ, greater than or equal to, ഞാൻ എന്ത് ചെയ്യുന്ന, ഞാൻ നോക്കിക്കേ, ഇത് അങ്ങോട്ട് ഓപ്പൺ ചെയ്യും, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. അപ്പൊ എന്ത് വരും,
1 into 1 1 ശരിയല്ലേ പ്ലസ് 1 into kx kx അല്ലേ ശരിയല്ലേ പ്ലസ് x into 1 എന്ത് വരും x പ്ലസ് x into kx എന്ത് വരും kx സ്ക്വയർ കണ്ടോ kx സ്ക്വയർ. ഇനി നോക്കിക്കേ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയോ ഇനി ഞാൻ നോക്കിക്കേ 1 plus x raised to k plus 1 കണ്ടോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് ഇത് തമ്മിലുണ്ടല്ലോ ഇവിടെ ഞാൻ x അങ്ങോട്ട് കോമൺ ആയിട്ട് എടുക്കും അപ്പൊ എന്ത് വരും 1 പ്ലസ് x കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും അല്ല x കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ k പ്ലസ് 1 കണ്ടോ k പ്ലസ് 1 പ്ലസ് kx കണ്ടോ പ്ലസ് kx ഇത്രയും മതി കണ്ടോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെക്കൻഡ് സ്റ്റെപ്പ് കണ്ടോ ഈ ഇവിടെ ഒന്ന് വായിച്ചോട്ടെ ഞാൻ കണ്ടോ അപ്പൊ നമുക്ക് എന്ത് വന്ന് കണ്ട 1 plus x അല്ലെ നമുക്ക് ഇത്രയും വന്നു അല്ലെ 1 plus x raised to k plus 1 അല്ല ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു 1 plus x raised to k plus 1 greater than or equal to 1 plus ഇതിനെ എങ്ങനെ എഴുതാം k plus 1 into x എന്ന് എഴുതാമല്ലോ അല്ലെ x into k plus 1 എന്ന് വെച്ചാൽ എന്താ k plus 1 into x plus kx സ്ക്വയർ കേട്ടോ plus kx ഇവിടെ വരെ വന്നു. ഇനി നിങ്ങൾ ലോജിക് ഉപയോഗിച്ച് ഈ ടേം ഉണ്ടല്ലോ 1 plus k plus 1 x plus kx square 1 plus k plus 1 into x plus kx square ഉണ്ടല്ലോ ഇതുണ്ടല്ലോ ഇത് ഉറപ്പായിട്ടും 1 plus k plus 1 into x ന് ഗ്രേറ്റർ ദാൻ ആയിരിക്കത്തില്ലേ ഒന്ന് നോക്കിക്കേ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ശരിയല്ലേ ഒന്നും കൂടെ പറയാം നോക്ക് 1 plus k plus 1 into x plus kx square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് ഗ്രേറ്റർ ആയിരിക്കും ഉറപ്പായിട്ടും 1 plus k plus 1 into x ന് ഗ്രേറ്റർ ദാൻ ആയിരിക്കത്തില്ലേ കാരണം എന്താ 1 plus k plus 1 x ഇവിടെ ഉണ്ട് ഈ ടേമിൽ എന്തോ ഉണ്ട് ഒരു k plus x square കൂടെ അധികം ഉണ്ട് കേട്ടോ ഈ ടേമില് ഒരു k plus k x square കൂടെ എന്തോ ഉണ്ട് അധികം ഉണ്ട് അല്ലെ ഇതിനേക്കായി ശരിയല്ലേ ഇത് നമ്മൾ നോക്കുമ്പോ എന്താ ഇവിടെയും സെയിമും പക്ഷെ ഇവിടെ ഒരെണ്ണം എന്തോ ഉണ്ട് അധികം ടൈം ഉണ്ട് ശരിയല്ലേ അധികം ടൈം ഉണ്ട് അപ്പൊ നമുക്ക് എന്താ പറയുക 1 plus 2 plus 3 greater than or equal to 1 plus 2 അല്ലേ ശരിയല്ലേ അതുപോലെ തന്നെയാണ് 1 plus k into 1 plus x plus kx square എന്തായിരിക്കും ഗ്രേറ്റർ ദാൻ 1 plus k plus 1 x ആയിരിക്കും ശരിയല്ലേ കാരണം എന്താ kx square എന്ന് പറയുന്ന ഒരു ടേം അധികം ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടെ എഴുതാം which is greater than or equal to 1 plus k plus 1 into x എന്ന് അല്ലേ കണ്ടും കൂട്ടി നമുക്ക് എഴുതാമല്ലോ പ്രൂവ് ആയി സ്റ്റെപ്പ് 3 എന്ത് ചെയ്ത് പ്രൂവ് ആയി നമുക്ക് അപ്പോൾ ഇവിടെ എഴുതാമല്ലോ ഉറപ്പായിട്ടും 1 plus x k plus 1 കണ്ടോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉറപ്പായിട്ടും എന്തിന് ഗ്രേറ്റർ ദാൻ ഈക്വൽ ആയിരിക്കും 1 plus k plus 1 into x ന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും പ്രൂവ് ആയി കണ്ടില്ലേ പ്രൂവ് ആയി ശരിയല്ലേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ 1 plus x into k plus 1 whole raised to എന്താ 1 plus x into k plus 1 എന്താ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇതിന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് അത് എന്തിന് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണ് ഇതിന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അപ്പോൾ ഉറപ്പായിട്ടും ഇതെന്തായിരിക്കും ഇതെന്ന് പറയുന്നത് ഇതിന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും അല്ലേ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി 2 greater than 3 greater than 5 greater than 4 greater than 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും 5 greater than 3 ആയിരിക്കത്തില്ലേ അതിന്റെ അർത്ഥം എന്താ 5 greater than 3 ആയിരിക്കത്തില്ലേ അത് അത്രയേ ഉള്ളൂ നമ്മൾ പറഞ്ഞത് ഇത് ഇത്രയും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണെങ്കിൽ ഇതിന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും ഇത് അത്രയേ ഉള്ളൂ നമ്മൾ എന്ത് ചെയ്ത് പ്രൂവ് ചെയ്ത് ഹെൻസ് വി പ്രൂവ് കേട്ടോ നമ്മൾ എന്ത് ചെയ്ത് പ്രൂവ് ചെയ്തു കേട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് പേഷ്യൻസും കുറച്ച് ലോജിക്കും കൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഈ പാഠം ഭയങ്കര സിമ്പിൾ ആയിട്ട് കിട്ടും ഇല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നം പോലൊക്കെ പല കുട്ടികൾക്കും എന്ത് ഇത് തോന്നാറ് അപ്പൊ എന്ത് ചെയ്ത് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യും കേട്ടോ അപ്പൊ നമ്മുടെ ഒരു ചെറിയ ലോജിക് അങ്ങോട്ട് അപ്ലൈ ചെയ്യും ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം Okay, അടുത്ത പ്രോബ്ലം 2 into 7 raised to n plus 3 into 5 raised to n
minus 5 is divisible by 24. Is divisible by 24. ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യും. We have to prove that. ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അപ്പം നമ്മൾ മുമ്പത്തെ കൂട്ട് എന്ത് ചെയ്യും? സ്റ്റെപ്പ് 1 എഴുതും അല്ലെ? സ്റ്റെപ്പ് 1 എന്താണ്? സ്റ്റെപ്പ് 1 P of n എന്താണ്? P of n 2 into 7 raised to n plus 3 into 5 raised to n minus 5 is അല്ലെ divisible by എന്താ? 24 അല്ലെ? is divisible by 24. ഇനി എന്തായിരിക്കും നമ്മൾ P of 1 കണ്ടുപിടിക്കുക അല്ലെ? P of 1 കണ്ടുപിടിക്കുമ്പോൾ എന്നിന് എന്ത് കൊടുക്കുന്നത്? എന്നിനെല്ലാം 1 എന്ന് കൊടുക്കും അല്ലെ? അപ്പൊ എന്ത് വരും? 2 into 7 raised to 1 plus 3 into 5 raised to 1 minus 5. കേട്ടോ? ഇനി നോക്കിക്കേ എന്ത് വരും? 2 into 7 എന്ത് വരും? 2 into 7 40 plus 3 into 5 എന്ത് വരും? 3 into 5 15 വരും. 15 minus 5 അല്ലെ? അപ്പൊ എന്ത് വരും? ഇത് തമ്മിൽ 29 വരും അല്ലെ? 29 minus 5 എന്ത് വരും? 24 അല്ലെ? which is divisible by 24 അല്ലെ? which is എന്താ? divisible by 24 അല്ലെ? 24 എന്താ? 24 ആയിട്ട് divisible ആണ് നമുക്കറിയാം. therefore P of 1 is true. therefore P of 1 എന്താണ്? true ആണ് അല്ലെ? P of 1 is true. കേട്ടോ? P of 1 എന്ത് ചെയ്ത്? true ആണ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? P of k കണ്ടുപിടിക്കും അല്ലെ? സ്റ്റെപ്പ് 2 നകത്ത് P of k കണ്ടുപിടിക്കും. P of k എന്തായിരിക്കും? P of k എന്തായിരിക്കും? എന്നിന്റെ അവിടെ എല്ലാം നമ്മൾ k കൊടുക്കും. അപ്പൊ എന്ത് വരും? 2 into 7 raised to k ശരിയല്ലേ? പ്ലസ് 3 into 5 raised to k minus 5. എന്നിട്ട് നമ്മൾ എന്തോ പറയും? നമ്മൾ പറയും which is divisible by 24 അല്ലെ? which is divisible by എന്താ? 24. that assume ചെയ്യും P of k is true അല്ലെ? നമ്മൾ എന്ത് ചെയ്യും? assume ചെയ്യും അല്ലെ? assume P of k is true. കണ്ടോ? assume ചെയ്യും P of k is true. സത്യത്തിൽ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്താ? സിമ്പിൾ ആണ്. ആകെ 3 സ്റ്റെപ്പേ ഉള്ളൂ അല്ലെ? പക്ഷെ അതിനകത്ത് നമുക്ക് കുറച്ച് എന്ത് ചെയ്യണം? ലോജിക്. ഓക്കെ, അപ്പൊ P of k true ആണ് നമ്മൾ എന്ത് ചെയ്ത് അസ്യൂം ചെയ്യും. ഇനി അടുത്തയാണ് നമ്മുടെ പ്രശ്നം. എന്ത്? സ്റ്റെപ്പ് 3. കണ്ടോ? സ്റ്റെപ്പ് 3 എന്താ? P of k plus 1. കണ്ടോ? P of k plus 1 is equal to എന്താ എഴുതാ അല്ലെ? 2 into k കിടക്കുന്നിടത്തല്ല k plus 1. ഇനി അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് അറിയാം അല്ലെ? k plus 1 plus 3 into 5 raised to k plus 1 minus 5 which is divisible by അല്ലെ? by 24 എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രൂവ് ചെയ്യണം. by 24 എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. കേട്ടോ? നമുക്ക് എന്ത് ചെയ്യണം? ഈ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. 2 into 7 raised to k plus 1 plus 3 into 5 raised to k plus 1 minus 5 which is divisible by 24 എന്ന് we have to prove it. നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പ്രൂവ് ചെയ്യാം. ഓക്കെ, താഴെയില്ലാത്ത നമുക്ക് മാറ്റാം. നോക്കിക്കേ, P of k plus 1 എന്താണ്? P of k plus 1 എന്ന് പറഞ്ഞാൽ അല്ലേ 2 into 7 raised to k plus 1 plus 3 into 5 raised to k plus 1 minus 5. ശരിയല്ലേ? minus 5. ഇവിടെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. 2 into 7 raised to k into 7 എഴുതാമല്ലോ ഇതിനെ. ശരിയല്ലേ? അറിയാമല്ലോ, ഇനി അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. പ്ലസ് 3 into 5 raised to k into 5 എന്ന് എഴുതാമല്ലോ അല്ലെ? 5 raised to k plus 1 നെ 5k into 5 എന്ന് എഴുതാം, നമുക്കറിയാം അല്ലെ? minus 5. ശരിയല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 5k plus 1 is equal to എന്താ? 5k into 5 raised to 1 അല്ലേ? a raised to m into a raised to n ആണ് a raised to m plus n അല്ലേ? 7 raised to k plus 1 എന്ന് വെച്ചാൽ എന്താണ്? 7k into 7 raised to 1 അല്ലേ?
ഇതൊക്കെ നമുക്കറിയാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ഞാൻ ഈ ടേമിൽ വലിയൊരു മാറ്റം വരുന്നു. ശ്രദ്ധിക്കണേ, ഈ ടേമിൽ എന്ത് ചെയ്യും, വലിയൊരു മാറ്റം വരും. നോക്കിക്കോണേ എങ്ങനെയാ മാറ്റം വരുന്നത്. നോക്കിക്കേ, 7 അങ്ങോട്ട് പുറത്തെടുത്തിട്ട് ബാക്കി എന്തുകൊണ്ട് എൻ്റെ കയ്യിലാണ് 2 into 7 raised to k കണ്ടോ, 2 into 7 raised to k. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇവിടെ പ്ലസ് 3 into 5 raised to k മൈനസ് 5. അപ്പം വെറുതെ ഇതിനകത്ത് പ്ലസ് ഇത്രയും ടേം ആഡ് ചെയ്താ അത്രയും ടൈം എന്തിന്റെ ഓപ്പോസിറ്റ് കൊടുക്കണ്ടേ. അപ്പൊ മൈനസ് 3 into 5 raised to k പ്ലസ് 5 ചെയ്ത് കണ്ടോ. കണ്ടോ, ഈ ഒരൊറ്റ ടേമിലാണ് ഞാൻ ഇത്രയും ചെയ്തത്. ഈ 7 പുറത്തെടുത്തിട്ട് 2 into 7 k ഉണ്ട്. ബാക്കി എന്ത് ചെയ്ത് ഞാൻ, ബാക്കി നോക്കിക്കേ ഇത്രയും ടേം കണ്ടോ, പ്ലസ് 3 into 5 raised to k മൈനസ് 5 കൂടെ ചെയ്തപ്പം അതിന്റെ ഓപ്പോസിറ്റ് എന്ത് ചെയ്ത്, ഇത് വെട്ടിപ്പോവാൻ വേണ്ടിയിട്ട് ഇതും ചെയ്ത്, ഇത് വെട്ടിപ്പോകാൻ വേണ്ടി ഇതും ചെയ്തു കേട്ടോ. അപ്പൊ നമ്മള് എഫക്റ്റ് ഇത് തന്നെ, ശരിയല്ലേ. നമ്മൾ ഇൻസേർട്ട് ഇത്രയും ചെയ്യും കണ്ടോ, എഫക്റ്റ് ഇത് തന്നെ കണ്ടോ. ബാക്കിയെല്ലാം അതുപോലെ അങ്ങോട്ട് നിരത്തി എഴുതും. ബാക്കിയെല്ലാം അതുപോലെ അങ്ങോട്ട് എന്ത് ചെയ്യും, ഞാൻ നിരത്തി അങ്ങോട്ട് എഴുതും. അപ്പൊ എന്ത് ചെയ്യും, 3 into 5 raised to k into 5 മൈനസ് 5 കണ്ടോ. ഇത്രയും സാധനം ഞാൻ അങ്ങോട്ട് അതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യും. അപ്പൊ നോക്കിയാൽ അതിന്റെ ലോജിക്ക് എന്തായിരിക്കും, ഇൻസേർട്ട് ചെയ്ത് നോക്കാം. നോക്ക്, 2 into 7 raised to k ഉണ്ട് കണ്ടോ. 7 അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് താണ്ടെ ഇത് കണ്ടോ, പ്ലസ് 3 into 5 raised to n മൈനസ് 5 കണ്ടോ. പ്ലസ് 3 raised to 5 into മൈനസ് 5. അല്ലെങ്കിൽ നോക്കാം നമുക്ക് സ്റ്റെപ്പ് 2 പി ഓഫ് കെ എന്തായിരുന്നു, പി ഓഫ് കെ എന്തായിരുന്നു, 2 into 7 raised to k പ്ലസ് 3 raised to 5 raised to k മൈനസ് 5 അല്ലായിരുന്നു. അപ്പൊ ഈ പി ഓഫ് കെ എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന്റെ കൂടെ കണ്ടോ, ഇതിന്റെ കൂടെ ഇതും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്തു. എന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് എടുത്തിട്ട് സബ്ട്രാക്ട് ചെയ്ത്, അപ്പം അത് നൾ എഫക്റ്റ് ആവും കേട്ടോ. അതാണ് എന്റെ ലോജിക് കേട്ടോ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇനി ഞാൻ കാരണം ഇത്രയും അല്ലെ പി ഓഫ് കെ ആയിരുന്നു അല്ലെ, ഇത്രയും എന്തായിരുന്നു, പി ഓഫ് കെ ആയിരുന്നു അല്ലെ. പി ഓഫ് കെ എന്തായിരുന്നു, പി ഓഫ് കെ അല്ലെ 2 into 7 raised to k പ്ലസ് 3 into 5 raised to k മൈനസ് 5 ആയിരുന്നു അല്ലെ. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞത് അസ്യൂം ചെയ്തിട്ടുണ്ട്, അത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും ഇത് പി ഓഫ് കെ ആയിരുന്നു അല്ലെ. ഇതെന്തായിരുന്നു, പി ഓഫ് കെ ആയിരുന്നു. ഈ പി ഓഫ് കെ എന്തായിരുന്നു, വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ ട്രൂ, വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 24 അല്ലേ. ഇതെന്തായിരുന്നു, വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 24 ആയിരുന്നു അല്ലെ, വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 24 ആയിരുന്നു. എങ്കിൽ നമുക്ക് പറയാം ഇതിനെ എന്ത് എഴുതാം, ഇതിനെ 24x എന്ന് എഴുതാൻ കേട്ടോ. ഡിവിസിബിൾ ബൈ 24 ആയിട്ട് ഞാൻ എന്ത് എഴുതും, വിച്ച് ഈസ് ഈക്വൽ ടു 24x എന്ന് എഴുതും. ഓക്കെ അല്ലേ. കാരണം ഇതെന്താ 2 into 7 raised to k plus 3 into 5 raised to k minus 5 എന്താ, p of k ആണ്. p of k എന്താണ്, 24 ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് ഞാൻ 24 into x എന്ന് എഴുതും. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നറിയോ, ഇവിടെ ഞാൻ 7 into കണ്ടോ, ഇവിടെ എന്ത് എഴുതും 7, ഇതിനെ എന്ത് എഴുതാം, 24 ന്റെ മൾട്ടിപ്പിൾ അല്ലേ, 24x എന്ന് എഴുതും കേട്ടോ. ഞാൻ എന്ത് എഴുതി, 24x എന്ന്. ഇനി എന്ത് വരും, -3 into 5 raised to k plus 5 ബാക്കിയുള്ളത് അല്ലേ, ബാക്കിയുള്ളത്. പിന്നെ പ്ലസ് 3 into 5 raised to k into 5 കണ്ടോ, -5 കണ്ടോ. ബാക്കിയെല്ലാം താഴെ കൊണ്ടുവരിക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, എന്നിട്ട് ഞാൻ ഈ 7 ഒക്കെ അകത്തോട്ട് കയറും. അപ്പൊ എന്ത് ചെയ്യും, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. അപ്പൊ ഇവിടെ ആയിരിക്കും 7 into 24x ശരിയല്ലേ. ഇനി അടുത്തത് 7 അങ്ങോട്ട് കയറ്റുമ്പോ എന്ത് വരും, ഇവിടെ എന്തായിരിക്കും, -7 into 3 എത്ര, 21 into 5 raised to k. ഈ 7 ഇവിടെ കേട്ടുമ്പോ എന്ത് വരും, പ്ലസ് 35 കണ്ടോ, പ്ലസ് 35 പ്ലസ് 5 into 3 ചെയ്യാമല്ലോ, 5 into 3 50 into 5 raised to k കണ്ടില്ലേ. ബാക്കി -5 കണ്ടോ, -5. ഇനി നോക്കിക്കേ, ഈ രണ്ട് ടേമും കൂടെ നോക്കിക്കേ, ഈ രണ്ട് ടേമും കൂടെ എന്താവും നോക്ക്, -21 5 raised to k യും പ്ലസ് 16 into 5 raised to k യും, സോറി 16 അല്ല 50 അല്ലേ, -15 into 5 raised to k യും എന്തായിരിക്കും, -6 ശരിയല്ലേ. ഇത് തമ്മിൽ എന്ത് വരും, -6 into 5 raised to k ശരിയല്ലേ.
ശരിയല്ലേ? അറിയാമല്ലോ നമ്മുടെ -21x പ്ലസ് 15x എന്താണ്? -6x അല്ലേ? ശരിയല്ലേ? -6x അല്ലേ? ആ എക്സിന് പകരം എന്ത് വന്നു ചോദിച്ചു? എക്സിന് പകരം എന്ത് വന്നു? 5k വന്നു കേട്ടോ. എക്സിന് പകരം 5k വന്നു. മനസ്സിലായോ? അപ്പൊ എന്ത് വരും? -21x പ്ലസ് 15x 6x ആണെങ്കിൽ -21 into 5k പ്ലസ് 15 into 5k എന്തായിരിക്കും? -6 into 5k. അപ്പൊ എന്ത് വരും നമുക്ക് അടുത്ത 7 into 24x കണ്ടോ? ഇത് തമ്മിൽ കൂടെ ചെയ്യുമ്പോൾ എന്ത് വരും? -6 into 5k വരും. കണ്ടോ? ഇത് തമ്മിൽ ചെയ്യും. ഇനി അടുത്തത് നോക്കിക്കേ, ഈ 35ഉം -5ഉം കൂടെ ചെയ്യുമ്പോൾ എന്ത് വരും? -30 വരും. കണ്ടോ? 35ഉം -5ഉം കൂടെ ചെയ്യുമ്പോൾ എന്ത് വരും? -30 വരും. ഇനി നോക്കിക്കേ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ അറിയാം? ഇനി ഞാൻ കണ്ട 7 into 24x കേട്ടോ. ഇവിടെ എന്താ? ഈ -30യെ എനിക്ക് എന്തുമായിട്ട് എഴുതാം? -30യെ എനിക്ക് 6 into 5 എന്ന് എഴുതി കൂടായോ? 6 into 5 എന്ന് എഴുതാം. ശരിയല്ലേ? സോറി, 35 - 5 എന്താ? പ്ലസ് 30 അല്ലേ? അല്ലേ? 35 മൈനസ്, ശരിയല്ലേ? 35 - 5 എന്താ? പ്ലസ് 30 ആണ്. ശരിയല്ലേ? ആ 30 എനിക്ക് എന്ത് എഴുതാം? 6 into 5 എന്ന് എഴുതാം കേട്ടോ. 6 into 5. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്? ഈ രണ്ട് ടേമിനും -6 അങ്ങ് കോമൺ ആയിട്ട്, ഈ രണ്ട് ടേമിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും? -6 എന്ത് ചെയ്യും? കോമൺ ആയിട്ട് എടുക്കും. അപ്പൊ എന്ത് കിട്ടും എനിക്ക്? -6 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 5 അല്ലെ? -6 into 5k -6 പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? 5k. ശരിയല്ലേ? ഇവിടെ +6 ആയിരുന്നു, അവിടുന്ന് +6 -6 പോയി കഴിഞ്ഞാൽ എന്ത് വരും? അവിടെ ഒരു മൈനസ് ബാക്കി വരും. അപ്പൊ ഇവിടെ എന്ത് വരും? ഒരു 5 ഉണ്ട്. അപ്പൊ -5 കേട്ടോ. ഇത്രയും. ഇപ്പൊ നമ്മള് എന്ത് ചെയ്യുന്നുണ്ട്? ഈ സ്റ്റെപ്പ് 3 ഒന്ന് മായ്ച്ചോട്ടെ, സ്ഥലമില്ലാത്തോണ്ടേ. അപ്പൊ നോക്കിക്കേ, ഇത്രയും വന്ന്. ഇനി നോക്കിക്കേ, നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? 5k - 5 എന്ന് പറഞ്ഞാല് ഈ kക്ക് എന്ത് വാല്യൂ കൊടുത്താലും which is multiple of എന്തായിരിക്കും? multiple of 4 ആയിരിക്കും. അങ്ങനെ അറിയോ? multiple of 4 ആയിരിക്കും. 5k - 5 നോക്കാം. 5 നോക്കിക്കേ, 5 - 5 കണ്ടോ? 5 - 5 എങ്കിൽ എന്താ വരും? 25 - 5 വരും. അത് എത്ര ആയിരിക്കും? 20, which is multiple of 4 അല്ലേ? ഇനി 5³ - 5 അതെന്തായിരിക്കും? 125 - 5 is equal to എന്തായിരിക്കും? 120 വരും, which is also a multiple of എന്തായിരിക്കും? 4 ആയിരിക്കും. ഇവിടെ നമ്മൾ എന്ത് ചെയ്തില്ല? 5 - 5 എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ? അതെന്തായിരിക്കും? നമ്മൾ എടുക്കത്തില്ല. എന്തോ എടുക്കുന്നത്? 2 മുതൽ 3 മുതൽ 2 മുതലുള്ള സംഖ്യകൾ എടുക്കുന്നത്. അതിനകത്ത് എല്ലാം എന്തായിരിക്കും? which is the multiple of 4 ആയിരിക്കും കേട്ടോ. 2 മുതൽ അങ്ങോട്ട് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ multiple of 4 ആയിരിക്കും. അതുകൊണ്ട് ഞാൻ എന്ത് പറയുന്നത് അറിയാം? 5k - 5 എന്തായിരിക്കും? multiple of 4 ആയിരിക്കും. 4x എന്ന് ഞാൻ പറയും കേട്ടോ. 5k - 5 എന്താ? which is always a multiple of 4 other than 1. So I will write it as 5k - 5 is equal to 4x, and we will substitute that 5k - 5 is the multiple of 4. That means 7 into 24x minus 6 into എന്ത് വരും? ഇതെന്താ? 5k - 5 എന്താ? is the multiple of 4 അല്ലേ? other than 1 അല്ലേ? other than the value of 1. അപ്പോൾ എന്ത് വേണം? 4x എന്ന് എഴുതി കേട്ടോ. ഇനി നോക്കിക്കേ, 7 into 24x ഈ 6 into 4 എന്തായിരിക്കും? അത് 24x കണ്ടോ? 6 into 24x 6 into 4 എന്ത് വന്ന്? 24x. ഇനി നോക്കിക്കേ, ഈ ടേം എന്താ? 24ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 24 ആണ്. ഈ ടേം ഡിവിസിബിൾ ബൈ 24 ആണ്. ഈ ടേം എന്താ? ഡിവിസിബിൾ ബൈ എന്താ? 24 ആണ് കേട്ടോ. ഈ ടേം ഡിവിസിബിൾ ബൈ 24 ആണ്. ഈ ടേം എന്താ? ഡിവിസിബിൾ ബൈ 24 ആണ്. എങ്കിൽ ഇത് മുഴുവനായിട്ടും എന്തായിരിക്കും? ഇത് മുഴുവനായിട്ടും ഉറപ്പായിട്ടും എന്തായിരിക്കും? ഡിവിസിബിൾ ബൈ 24 കേട്ടോ. ഇത് മുഴുവനായിട്ടും ഡിവിസിബിൾ ബൈ 24 കണ്ടോ. നമ്മുടെ p of k plus 1 ഡിവിസിബിൾ ബൈ 24 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും കണ്ടോ. കണ്ടില്ലേ? അപ്പം ഇത്രയും ലോജിക് എന്ത് ചെയ്യണം? നമ്മൾ ഉപയോഗിക്കണം. ആ പേഷ്യൻസും നമ്മൾ ഉപയോഗിക്കണം.
അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതനുസരിച്ച് നിങ്ങൾ പേപ്പറിനകത്ത് ഇങ്ങനെ എഴുതിക്കൊണ്ട് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇത് കഴിഞ്ഞിട്ട് പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ചെയ്തു.